ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മീഡിയ വണ്ണിന്. വാസു സ്വർണ്ണക്കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തു. കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയത് ബോർഡിന്റെ അറിവോടെയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ വാസുവിനെതിരെ ലഭ്യമായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അറസ്റ്റ് എന്നായിരുന്നു SIT ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്വർണ്ണക്കൊള്ളയിലെ വാസുവിന്റെ പങ്ക് എന്താണ്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ പങ്ക് കൃത്യമായി പറയുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ആസൂത്രണം, ഇതിന്റെ ഗൂഢാലോചന, ഇതിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാസുവിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി ചെയ്തിരിക്കുന്നുണ്ട്. ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടുന്നതിനുള്ള കാര്യങ്ങൾ നിർദ്ദേശം നൽകിയതും എൻ വാസുവാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയൊക്കെ കൊടുത്തു വിടുന്നത് അത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോട് ആണ് എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലേക്ക് പ്രതിരോധത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് വരികയാണ് പത്മകുമാർ. കാരണം ഇത്രയും നാൾ അവർ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഈ ഇടപാടിൽ പങ്കില്ല എന്നുള്ളതാണ്. തങ്ങളുടെ ഉത്തരവാദിത്തത്തോടെയോ അറിവോടെയല്ല ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നിരിക്കുന്നതെന്നുള്ളതായിരുന്നു. ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇക്കാര്യത്തിൽ നിലപാടുകൾ എടുത്തത്, നടപടികൾ സ്വീകരിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്വേഷണ സംഘം ഇതിൽ വ്യക്തമാക്കുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ഇവരുടെ പങ്ക് വ്യക്തമാകുന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ. ശരി, വിവരങ്ങളാണ് സിജോ വി ജോൺ പങ്കുവച്ചത്.